ദൈവമേ, ഒരു സാധനം വെച്ചെടുത്ത് കാണത്തില്ല. അസിസ്റ്റന്റ്, എടാ അസിസ്റ്റന്റ്. നീ ആരെ കിടന്ന് അസിസ്റ്റന്റ് വിളിക്കുന്നത്? നിന്നെ തന്നെ വിളിച്ചത്. എടാ എന്റെയും കൂടെ പൈസ ചെലവാക്കിയാണ് ഈ പല്ലാശുപത്രി ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. എടാ അതുകൊണ്ട് മാത്രം നിന്നെ അവിടെ പറഞ്ഞോ, അറിയാമോ? എടാ ഇവിടേക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരുത്തന്നെ അവിടെ പോയി. അപ്പിയും സുനിയ അവന്മാർ തോലെ കെന്റിന്റെ വീട്ടിൽ കയറിയിരിക്കുന്നു. എടാ കേട്ടിന്റെ വീട്ടിൽ ഇരിക്കുന്നെങ്കിൽ അപ്പിയും സുനിയല്ല, പിന്നെ കപ്പിയും കയറും. ഓ എടാ നീ കൂടുതലൊന്നും പറയണ്ട. എന്റെ സ്വഭാവം മാറ്റിക്കരുത് നീ. എടാ ഈ കാര്യം പറ നീ. എടാ നിനക്കറിയാമോ ഈ ഹോസ്പിറ്റലിൽ പ്രത്യേകതയുണ്ട്. എന്തോന്ന്? മറ്റാരും എടുക്കാത്ത പല്ല് ഞാൻ എടുക്കും. അങ്ങനെയാണെങ്കിൽ നാളെ എന്റെ മൂത്തേമരെ പല്ലെന്ന് എടുത്തില്ല, കെന്റി കിടപ്പുണ്ട്. എടാ എന്നെ കൊണ്ടൊന്ന് പറയപ്പില്ലേ? എടാ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യമില്ല. ഇങ്ങോട്ട് മാറിയാണ്. ഇല്ല വരുന്ന ആരെന്ന് കണ്ടാ? എന്റെ പൊന്നോ, എന്റെ പുന്നാര അളിയനാണ്, ഒരു നാടക നടൻ. പ്രൊഫഷണലാണെന്ന് അവൻ പറയുന്നത്. നമ്മളെ കണ്ടി വെറും മാട്ടാ. വരുന്നാട്ടാ ഇവിടെ വന്നിപ്പോ തുടങ്ങും നാടകം. എന്റെ നാടകം ഒരു കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. താണ്ടെ ഞാൻ ഒരു കാര്യം പറയാം. ജോലിയും കഴിയുന്നത് പെങ്ങൾക്ക് ചെലവിന് ചെക്ക് കൊടുക്കുന്നവർക്ക് ഇവിടെ ഒന്ന് ചെക്ക് പറയാൻ തമ്മയ്ക്കരുത്. അതല്ലളിയാ, ഈ കടലേറ്റം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച് നാടകം കളിക്കുന്ന സ്ഥലമായിരിക്കും. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അത്യാവശ്യം ഒരു നാടകം നടന്ന് എന്താണ് വേണ്ടത്? അത്യാവശ്യം വേണ്ട നല്ലൊരു വായാണ്. അത് കറക്റ്റ് ആണ്ട്രാ. അതെങ്കിലും കമ്മിറ്റിക്കാർ നിന്നെ അടിക്കുമ്പോഴത്തേക്ക് അമ്മോ അച്ഛോ എന്നൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. നാടകക്കാരനാണല്ലേ? എനിക്ക് ഈ നാടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഈ നാടകത്തോട് വരാനുള്ള മെയിൻ കാരണം എന്താണ്? കളിയോടുള്ള അമിതമായ സ്നേഹം. എടാ ഇവന് ജോലിക്ക് പോയാൽ മടിയുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ്. എന്തായാലും കണ്ടതിൽ സന്തോഷം. എനിക്ക് വേണ്ടി നാടകത്തിലൊരു ഡയലോഗ് പറയാമോ? പറയാം. അയ്യോ അമ്മ എന്നെ കൊല്ലല്ലേ. എടാ നാടകത്തിൽ ഡയലോഗ് പറ. അയ്യോ അമ്മ എന്നെ കൊല്ലല്ലേ. എടാ പ്രാന്ത, നാടകത്തിൽ ഡയലോഗ് പറയാൻ. എന്നെ ഇങ്ങനെ കൊല്ലല്ലേ ഡോക്ടറെ എന്നാണ് പറഞ്ഞത്. അതാണല്ലേ പല്ലെടുക്കാൻ വേണ്ടി വന്നല്ലേ? അല്ല, സെൻസസ് എടുക്കാൻ വന്നതാ. എന്തായാലും എന്നെ എടുത്തേ വിടുള്ളൂ. അവിടെ വന്നിരുന്നാണ്. കട്ടിംഗ് ആണോ ഷേവിംഗ് ആണോ? ഇത് ബാർബർ ഷോപ്പ് ആണോ അതോ ഡെന്റൽ ക്ലിനിക് ആണോ? നീ എന്തിനു കാണിക്കുന്നത്? അല്ല ഈ കസേര ഇട്ടപ്പോ ഞാൻ വിചാരിച്ച് മുടിയെട്ടാൻ വന്നിരിക്കുകയാണ്. ഒന്നും ചെയ്യണ്ട. ആദ്യം എന്റെ വായ ആദ്യം ക്ലീൻ ചെയ്യ്. നോക്കട്ടെ. ഒരു മിനിറ്റ്. ഹലോ, ഫയർഫോഴ്സ് അല്ലേ? ഒരു സെപ്റ്റി ടാങ്ക് അടിച്ച് ക്ലീൻ ചെയ്യാൻ വരൂ. ഫയർഫോഴ്സ് വിളിക്കുന്നത്. എടാ 2 ബക്കറ്റ് വെള്ളം കൊണ്ട് നമ്മൾ കഴിയാ ഇത് വൃത്തിയാവൂല. ഫയർഫോഴ്സ് അമ്മ പറന്ന് വരും, സേഫ്റ്റിക്ക് അങ്ങ് അടിക്കും. അയ്യോ മര്യാദയ്ക്കോടെ നിന്നിട്ടേ ആദ്യം നമുക്ക് സൈറ്റ് ഒന്ന് പരിശോധിക്കാം. സൈറ്റ് പരിശോധിക്കാം. ഇവിടെ എന്താ കോൺക്രീറ്റ് കിടക്കുന്നത്? അയ്യോ അതല്ല, പിന്നെ നമ്മൾ ജോലി സ്ഥലത്തോട് നമ്മൾ സൈറ്റ്. അതായത് ഇവന്റെ വായാണ് ഇപ്പോഴത്തെ സൈറ്റ്. ഇത് നിന്റെ വായാണ്. അതെ രമണീരെ വൈറ്റോം കല വീടാ. അത് അങ്ങനെ വെച്ചാ 7 കൂട്ടം പലകാരം നിരന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ രോഗി കളിയാക്കരുത് കേട്ടല്ലേ. എണിച്ചു പോകണം. പിണങ്ങി പോലെ ഇവിടെ കളിയാക്കണം. അയ്യോ രമണീരെ വൈറ്റോം കലയൊന്നുമല്ല, നഴ്സറി പിള്ളേരെ സ്ലേറ്റ് പെൻസിൽ, അത് മതി. ഡോക്ടർ എന്നെ കളിയാക്കിയാണല്ലേ. ഡോക്ടർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പല്ല് ഓരോന്നായിട്ട് എടുക്കുന്നതിനേക്കാളും ഒരുമിച്ചെടുക്കാൻ എന്താണ് ഒരു വഴി? അത് ഈ മെഡിക്കൽ സയൻസിൽ റിസ്ക് ഉള്ള കാര്യമാണ് കേട്ടോ. അയ്യോ ഇത്രയും കിടന്ന് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. സിമ്പിൾ കേസ് അല്ലേ. ഒരു ഗുണ്ട് മേടിക്കണം, ഇവന്റെ അണ്ണാക്കി വെച്ചങ്ങ് പൊട്ടിക്കണം. അപ്പോഴാ ഇവന്റെ 32 പല്ല് 42 പീസായിട്ട് ചേർക്കും. MBBS കളിയെ കുടിച്ചേക്കാണല്ലേ. ഇത് മറ്റേ പാറമടയല്ല എന്റെ വായിക്കാവോ, മറ്റേ കുണ്ടുവച്ചൊക്കെ പൊട്ടിക്കാൻ. അതിൽ ഡോക്ടറെ എനിക്ക് സ്വർണ്ണപ്പല്ല് വെക്കണം. അപ്പൊ അടുത്ത വർഷം കമ്മിറ്റിക്കാർക്ക് പണയം വെക്കാൻ പല്ലായി. അതല്ല, ഈ പല്ല് മൊത്തം ഇളക്കി മാറ്റിട്ട് അത്യാവശ്യം സ്വർണ്ണപ്പല്ല് വെക്കാൻ എന്താണ് വേണ്ടത്? അത്യാവശ്യം വേണ്ടത് ഒരു വായും ഒരു മോണയും. ഇതില്ലാതെ ഒരു പുല്ല് നടക്കൂല. അല്ലാതെ കക്ഷത്ത് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നീ അതിനെ ചവയ്ക്കും. ഇതിലേറ്റിട്ട് ഞാൻ ഇതുവഴി ചവയ്ക്കും. അതല്ല, സ്വർണ്ണപ്പല്ല് വെക്കുന്നതിന് എത്ര രൂപയാകും? ഏകദേശം 1 ലക്ഷം രൂപയാവും. ഒരു 2000 രൂപയ്ക്ക് വെക്കാൻ പറ്റുമോ? 2000 രൂപയ്ക്ക് നിനക്ക് വെച്ചുതരാം മരപ്പട്ടിയുടെ പല്ല്. അതാകുമ്പോ നിന്റെ ഫേസ് കറക്റ്റ് ആവും. അല്ലല്ല, നിങ്ങൾ ഈ സ്വർണ്ണപ്പല്ല് വെക്കേണ്ട മെയിൻ കാരണം എന്താണ്? അതായത് ഞാൻ ഈ നാടകം കളിക്കുമ്പോൾ എന്റെ പല്ല് വെട്ടി തിളങ്ങണം. ഒരൊറ്റ വഴിയേ ഉള്ളു. നാടക സമയത്ത് ലൈറ്റ് ആയിട്ട് വരണം, ഒരു ഹാളിനെ കൊണ്ട് വായി വെച്ച് തരാം. വീണ്ടും പോണം. പണങ്ങി പോലെ പല്ല് വെക്കണം, അത്രല്ലേ ഉള്ളൂ. പല്ല് വെക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളെ വാ ഒന്ന് മരവിപ്പിക്കണം. ഹലോ, ഇതിനകത്ത് മരം വെച്ച് പിടിപ്പിക്കാനേ ഇതുവരെ തരിച്ചു ഭൂമിയല്ല എന്റെ വായാണ്. അയ്യോ അതല്ല, മരവിപ്പിക്കണമെന്ന് ആദ്യം ഒന്ന് മയക്കണം. അയ്യോ നീ കിടന്ന് മണങ്ങാനല്ല, എടാ മരവിക്കുന്ന ഇഞ്ചക്ഷൻ വെക്കുമെന്ന്. മനസ്സിലായില്ലേ? വായെന്ന് പറ. പോടാ നീ പോടാ നീ പോടാ നീ പോടാ. എന്തോന്ന്? അല്ല എന്റെ മുഖത്തേക്ക് പോടാന്ന് വിളിക്കാൻ. അയ്യോ പോടാന്ന് വിളിച്ചതല്ല, നിന്റെ വാ നിറച്ചും പോടാന്ന് പറഞ്ഞാണ്. വായെന്ന് വലിച്ചു തറ. എന്റെ പൊന്നോ, ഇങ്ങനെ വലിച്ച് പൊളന്ന് വെക്കല്ലേ. അവസാനം ഈ വാ അടയ്ക്കാൻ പറ്റാതെ നീ ഇങ്ങനെ റോഡേ നടന്നു പോകുമ്പോ ആൾക്കാർ എന്തോന്ന് പറയും? പ്രശസ്ത നാടക നടൻ വായുമ്പളന്നോണ്ട് പോണെന്ന്. അതുകൊണ്ട് പതുക്കെ തുറ. നിങ്ങളെ വായിക്കാത്തൊരു റൂട്ട് കനാൽ കാണുന്നുണ്ട്. എന്റെ വായിക്കകത്ത് കനാലോ? എടാ കനാല് പറഞ്ഞിട്ട് നിന്റെ വായിക്കൂടെ ബോട്ടും വെള്ളം വിടാനല്ല, മോണ കീറിയിട്ട് പുതിയ പല്ല് വെക്കുന്നതിനാണ് റൂട്ട് കനാൽ എന്ന് പറയുന്നത്. അതെ അതെ, അത് മാത്രമല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു മേജർ ഓപ്പറേഷൻ ഉണ്ട്. പുള്ളി വരൂ. ആര്? മേജർ രവി. മേജർ പോയിട്ട് ഒരു മൈനർ രവി ഇങ്ങോട്ട് വരൂല, നമ്മൾ മാത്രമേ ചെയ്യാനുള്ളത്. അയ്യോ എന്റെ പൊന്നോ, ഇതൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന്. എന്റെ 42 വർഷത്തെ നാടക ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ആ സ്റ്റേജ് കളിക്കുന്നത്. ഏത് സ്റ്റേജ്? ക്രിട്ടിക്കൽ സ്റ്റേജ്. ഇവന്റെ പല്ലല്ല അയാളത്, ഇവന്റെ ചെവി അടിച്ച് കീറി.
കളയണം അവിടെ ഇരിയടാ. ഡോക്ടറെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ മോണ പഴുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? രണ്ടായിട്ട് വലിച്ചേറി ഉപ്പിലിട്ട് വെച്ചാൽ മതി. എന്തോന്ന്? മാങ്ങ പഴുക്കാതിരിക്കാനല്ലേ? അയ്യോ ആദ്യം നിങ്ങളെ ചെവി കൊണ്ടോന്ന് മറ്റേ ഉപ്പിലിട്ട് പോയി. മോണ പഴുക്കാതിരിക്കാൻ എന്ത് ചെയ്യണോന്ന്? അത് ഈ രാവിലെ രാത്രി നല്ലോണം അങ്ങ് പല്ല് വെച്ചാൽ മതി. കൊള്ളാം. ഞാൻ പല്ല് തേക്കുന്ന ഔഷധ കൂട്ട് കേട്ടാ ഡോക്ടർ ഞെട്ടും. അതായത് കർപ്പൂരം, കുന്തിരിക്കം, പിന്നെ കുങ്കുമം, പിന്നെ മഞ്ഞള്. ഇതൊക്കെ ഇട്ട് നീ പല്ലാണോ തേക്കുന്നത്? രാവിലെ ഹോമമാണ് നടന്നത്. അല്ല മന്ത്രവാദം. സ്വഭാവം മാറ്റിക്ക. ഡോക്ടറെ ഇതല്ലേ കടവാപ്പല്ല്? അയ്യോ കടുവാപ്പള്ളി ഇവിടെ അല്ല, അത് കല്ലമ്പലം ജംഗ്ഷനില്. അയ്യോ അതല്ല, ഇതല്ലേ കടവാപ്പല്ലെന്ന്. അത് തന്നെ അത് തന്നെ. ഞാൻ ഈ നാടകം കളിക്കുമ്പോണ്ടല്ലോ എന്റെ ഈ കടവാപ്പല് ഭയങ്കര ആട്ടം. ആ ആട്ടം നിൽക്കാൻ എന്താണ് ഒരു വഴി? ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒന്നീ കമ്മിറ്റിക്കാരെ കൈ അങ്ങ് ബലങ്ങ് വെക്കണം, ഇല്ലെങ്കിൽ നിന്റെ മാട്ട നാടകം അങ്ങ് നിർത്തണം. അളിയൻ എന്റെ നാടകത്തെ തീരെ അങ്ങ് ആക്ഷേപിക്കരുത്. അടുത്ത വർഷത്തെ ദേശീയ അവാർഡ് എന്റെ വീട്ടിലിരിക്കും. അപ്പോഴ് പെങ്ങൾ അറിഞ്ഞോ മോഷണത്തിന് ഇറങ്ങുന്നത്? ശരിയാവും. ഇതെന്റെ ചോറാണ്, എന്റെ ചോറാണ്. ഇതാണല്ലോ ചോറ്. എടാ ഇവന് പാത്രത്തിൽ ആരും ചോറ് കൊടുക്കൂല. കിട്ടണ ചോറല്ല പെട്ടി നിറച്ചോണ്ട് ഇങ്ങനെ നടക്കും. ഡോക്ടർ അതല്ല. ഡോക്ടർ വരൂ വരൂ, ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. കാണുമ്പോ നിങ്ങൾക്ക് വിശ്വാസമാകും. നോക്കൂ, ഇതിന്റെ മേക്കപ്പ് സാധനങ്ങളാണ്. സോപ്പ്, ചീപ്പ്, കണ്ണാടി, ഉമിക്കരി. ഇതെന്താണ് ഉമിക്കരി? ഉമിക്കരിയോ? അത് ചില സീനുകളില് എന്റെ മീശയ്ക്ക് നല്ല കട്ടി കുറവായി. ഞാൻ ഈ ഉമിക്കരി ഇങ്ങോട്ട് എടുത്തിട്ട് ടൈലോട്ട് തട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തേക്കും. ഈ മീശയായിട്ട് തേക്കേണ്ട സമയത്ത് ഇത് താഴോട്ട് വെച്ച് ഈ പല്ലിയിട്ട് വരുന്നത് അത് വെളുത്തും പോയാനെ. ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു. ആക്ഷേപം, കലാകാരന് ആക്ഷേപം, അതും ഒരു നാടക ആർട്ടിസ്റ്റിന് ആക്ഷേപം. ഇവിടെ നിൽക്കുന്നേക്കാളും പോകുന്ന നിർത്തി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ പല്ലെടുക്കുന്നതിനേക്കാളും വേറൊരാളുടെ പല്ലുകൂടെ എടുക്കുന്നുണ്ട് എന്തെങ്കിലും വിരോധമുണ്ടോ? നല്ല കാര്യമില്ല. ആരെ പല്ല് എടുക്കേണ്ടത്? ആരപ്പല്ല. 2 മാസം നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടവേള. അതെന്ത്? ഈ നാറിയനെ മിണ്ടരുത്.